നമസ്കാരം. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിന്റെ പോളിംഗ് ബൂത്തുകൾക്ക് ഇത്തവണ എഴുതാനുള്ളത് ഒരു പുതിയ ചരിത്രമാണോ? ചരിത്രം വഴിമാറുന്ന ഒരു ഉത്തരത്തിലേക്കായിരിക്കുമോ ഏപ്രിൽ 9 ആ വലിയ പരീക്ഷ കേരളത്തെ കൊണ്ടുപോവുക? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ ഞാൻ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടാണ്. നമസ്കാരം സ്ക്വയർ, സ്വാഗതം ബിഗ് ടിവിയിലേക്ക്. നമസ്കാരം. 5 വർഷം കൂടുമ്പോൾ ഭരണം തിരുത്തുക, അതായിരുന്നു കേരളത്തിൽ ഞാൻ ജനിച്ചു വീണ ആ സമയം മുതൽ കണ്ടിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെ വിരളമായി മാത്രമാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധ്യതയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ ചരിത്രം മാറി, ഭരണ തുടർച്ചയിലേക്ക് വന്നു. 10 വർഷം പൂർത്തിയാകുമ്പോഴും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് പോലും അത്രയ്ക്ക് അങ്ങോട്ട് എഴുതാനും പറയാനും ഒന്നുമില്ലാത്ത ഒരവസ്ഥ. കേരളം മാറുകയാണോ അതോ അങ്ങയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറ്റി എഴുതുകയാണോ ചരിത്രം? കേരളവും ജനങ്ങളും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വരുമ്പോൾ ജനങ്ങളത് അംഗീകരിക്കും. ആ അംഗീകാരമാണ് 2021 LDF തുടർഭരണമായി ജനങ്ങൾ സമ്മാനിച്ചത്. അന്ന് 5 വർഷക്കാലത്തെ അനുഭവം കേവലം 5 വർഷക്കാലത്തെ അനുഭവം മാത്രമല്ല, വല്ലാത്ത നിരാശയിലായിരുന്നു 5 വർഷം മുൻപിൽ കേരളവും ജനങ്ങളും. എല്ലാ മേഖലയും തകർന്നു കിടക്കുന്ന അവസ്ഥയായിരുന്നു, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളടക്കം. അങ്ങനെ കേരളം, എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയല്ലോ എന്ന ആളുകൾ പരിതപിക്കുന്ന കാലം. ഇനി ഇതിനൊന്നും മാറ്റമുണ്ടാവില്ല എന്നും നിരാശയോടെ ജനങ്ങൾ കണക്കാക്കിയ കാലം. ആ ഘട്ടത്തിലാണ് LDF ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അന്ന് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, അവർക്കുണ്ടായ പ്രതീക്ഷ, അത് പാലിക്കാനാണ് LDF സർക്കാർ ശ്രമിച്ചത്. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മാറ്റം പ്രകടമായിരുന്നു. ആളുകൾ, ജനങ്ങൾ, നാടാകെ നിരാശയിൽ നിന്ന് മോചിതരായി നല്ല പ്രതീക്ഷയിലേക്കെത്തി. ഇവിടെ ഒന്നും നടക്കില്ല എന്നതിന് പകരം ഇവിടെ പലതും നടക്കും എന്ന ഉറച്ച വിശ്വാസത്തിലായി. അത് എല്ലാ മേഖലയുമായിരുന്നു. ഇപ്പോൾ സാധാരണ നമ്മൾ ഇടപെടാത്ത ഒരു മേഖല, അത് നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. അന്ന് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ചിലയിടത്തെത്തുമ്പോൾ അറിയാതെ മൂക്ക് പിടിച്ചു, ദുർഗന്ധമുണ്ടായി. വഴിനീളെ മാലിന്യ കൂമ്പാരങ്ങളുണ്ടായിരുന്നു. ഇത് നീക്കം ചെയ്യേണ്ടതാണ്, മാലിന്യ നിർമ്മാർജ്ജനം വേണ്ടതാണ്. അതിനാണ് ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ജനങ്ങളാകെ അതങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു രീതി, എല്ലാവരും ചിലറക്കുറെ എല്ലാവരും അവരവരുടെ വീട്ടിലെ മാലിന്യം ഒരു സഞ്ചിയിലാക്കി മറ്റുള്ളവൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയലായിരുന്നു. ഇതിനെല്ലാം മാറ്റം വരണമെങ്കിൽ വലിയ ബോധവൽക്കരണം വേണം. ജനങ്ങൾ മുഴുവൻ അതുമായി സഹകരിച്ചു. ചുരുക്കത്തിൽ ഇപ്പോൾ നോക്കിയാൽ കേരളം മാലിന്യ സംസ്കരണത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നു. സ്തുത്യർഹമായ സേവനം ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ നടത്തുന്നു. അതുതന്നെ അന്ന് ചില വിവാദങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാം നാട് അംഗീകരിച്ചു. ഇപ്പോൾ കേരളത്തിൽ വരുന്ന ആർക്കും നാടിൻ്റെ ശുചിത്വം, വെടിപ്പ്, വൃത്തി, ഇതൊക്കെ വലിയ തോതിൽ ആഹ്ലാദമുണ്ടാക്കുന്നു. ഇനിയും നമുക്ക് പുരോഗതി വേണ്ടതുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ
ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പമാണ് മറ്റ് വികസന കാര്യങ്ങൾ വരുന്നത്. പശ്ചാത്തല സൗകര്യ വികസനം, അതിൽ വലിയ തോതിലുള്ള ഇടപെടലാണ് നടത്തിയത്. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, എല്ലാ മേഖലകളിലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി. ആരോഗ്യ മേഖലയുടെ ഒരു പരിശോധനാ കാലഘട്ടം തന്നെ നമ്മുടെ മുന്നിൽ വന്നു. അതാണ് കോവിഡ് സമയം. കോവിഡിൻ്റെ കാലത്ത് ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നു. വലിയ സമ്പൽ സമൃദ്ധം എന്ന് നമ്മൾ കരുതുന്ന രാഷ്ട്രങ്ങൾ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ കേരളം ലോകത്തെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കോവിഡിൻ്റെ മുന്നിൽ മുട്ടുമടക്കാതെ നിന്നു. കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും നമ്മളൊരുക്കിയ സൗകര്യങ്ങളെ കവച്ചു വെക്കാൻ കോവിഡിനായില്ല. അത് കഴിഞ്ഞത് നേരത്തെ ജനങ്ങളെ കണ്ടുകൊണ്ട് നാം തയ്യാറാക്കിയ ആർദ്രം മിഷനിലൂടെ നടപ്പാക്കിയ ആരോഗ്യരംഗത്തെ പദ്ധതികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നവയാണ്. അത് നടപ്പാക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ അതിനോടൊപ്പം നിന്നു. 2021 തെരഞ്ഞെടുപ്പ് വന്നു. പതിവ് പോലെ മാത്രമല്ല, പതിവിൽ കവിഞ്ഞ് കേരളത്തിലെ UDFും BJPയും ഏറെക്കുറെ ഒരേ ശക്തിയായി നിന്നുകൊണ്ട് LDFിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് നടത്തി. അതിനെ കേന്ദ്ര ഏജൻസികളടക്കം കൂട്ടുപിടിച്ചു. കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്ന നിലയുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ കെട്ടിച്ചമച്ച് ആരോപിക്കുകയുണ്ടായി. വലിയ പ്രചരണം നടത്താൻ ആളുകളുണ്ടായി. അപ്പോൾ നല്ല വിശ്വാസം LDF തകർന്നു വന്നു. പക്ഷേ ജനങ്ങളാണല്ലോ അന്തിമ വിധികർത്താക്കൾ. ആ ജനങ്ങൾ തീരുമാനിച്ചു LDF ആണ് തുറന്നും ഭരിക്കേണ്ടത്. ഞങ്ങളെപ്പോഴും ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ LDFിനെ കൈയൊഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം അങ്ങയുടെ ഇത്രയും ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. നമ്മൾ പലതവണ പല വാർത്താ സമ്മേളനങ്ങളും ആദ്യം മുതൽ അന്ത്യം വരെ, അതായത് ഒരു 50 മിനിറ്റോളം അത് തുടർച്ചയായി കാര്യങ്ങൾ അവതരിപ്പിക്കും. അതെല്ലാം കൃത്യമായ ഒരു ഘടനയോട് കൂടിയാണ്. ഇപ്പോഴത്തെ ഈ ഉത്തരത്തിലും ഒരു വാചകം പോലും ആവർത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു കരുത്തായിട്ട് എനിക്ക് തോന്നിയത്, അങ്ങ് ധാരാളം വായിക്കാറുണ്ടോ? ഈ ചുമതലകൾ, അതിൻ്റെയൊക്കെ ഒരു ഭാരം, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ വാചകം പോലും ആവർത്തിക്കാതെ ഇങ്ങനെ ചിട്ടയായി പറഞ്ഞു പോകുന്നതിന് നല്ല വായന വേണം. അങ്ങനെ നല്ല വായനക്കാരനാണോ? ഇപ്പോൾ വായിക്കാൻ സമയമില്ലല്ലോ. അങ്ങനെ ഇപ്പോഴത്തെ സമയം വല്ലാതെ ഈ ഔദ്യോഗിക കാര്യങ്ങൾക്ക് തന്നെ നീക്കി വെക്കേണ്ടി വരികയാണല്ലോ. വളരെ ചുരുക്കം വായനയ്ക്ക് ഇപ്പോൾ സമയമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനൊരു പരിമിതി ആ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ധാരാളം വായിക്കുമായിരുന്നു? അവസരം കിട്ടിയാൽ വായിക്കാറുണ്ട്. എങ്ങനത്തെ ഏത് തരത്തിലെ പുസ്തകങ്ങളാണ്? നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ടോ, അതോ കൂടുതൽ അവലോകനങ്ങളാണോ? സാധാരണഗതിയിൽ നോവലുകളും എല്ലാം വായിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് എനിക്കൊക്കെ ഇഷ്ടം ബാലരമയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ചിത്രകഥകൾ അങ്ങനെയൊക്കെ വായിച്ച് അങ്ങനെ എന്തെങ്കിലും? അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് അത്രയധികം ചിത്രകഥകളില്ല. ഇല്ല 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 മറ്റു കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. കൊച്ചുമോന്റെ ചിത്രകഥകൾ ഏതെങ്കിലുമൊക്കെ എടുത്ത് മറിച്ചൊക്കെ? അതെ അതെ അതെ, അതെല്ലാം അങ്ങനെ നോക്കും. ചിലപ്പോൾ ഇപ്പൊ വായിക്കാറുണ്ട്? കണ്ടാൽ നോക്കൂ. അപ്പൊ അങ്ങയിൽ എല്ലാവരും കാണുന്ന ഒരു പരുക്കനാണ് എന്ന് വിലയിരുത്തുന്നതിനപ്പുറം എനിക്ക് അങ്ങയുടെ ഒരു സംഭാഷണം കേട്ടിരുന്നപ്പോൾ ഇത്രയും ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ആർദ്രനായ ഒരു ആർദ്രതയുള്ള അലിവുള്ള ഒരു മനുഷ്യനുള്ളിലുണ്ട്. ഇതൊക്കെ ചിലത് ചാർത്തി തരുന്നല്ലേ. ശരിക്കുള്ള ആള് ഞാൻ പറഞ്ഞ ആളാണോ? ചാർത്തി തരുന്നതാണ് ചിലത് പല കാര്യങ്ങളും. അത് കേരളത്തില് ചിലരുടെ പ്രചരണത്തിൽ ആവശ്യമായ രീതിയിൽ ചിലർക്ക് ചില മുദ്രകൾ സ്ഥാപിച്ചു കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്.
പക്ഷേ ആ ചാർത്തി തന്ന ഒരു വിശേഷണം കൃത്യമായിട്ട് ഇപ്പോൾ അങ്ങയുടെ ഒരു രീതികളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു നല്ല വിശേഷണമുണ്ട്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ നോക്കി, പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറുന്ന സാഹചര്യമായി. മൂന്നാമൂഴം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പുറത്ത് വലിയ ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രതിപക്ഷവും ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. നോക്കാം നമുക്ക്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അതാണ്. അപ്പം അങ്ങനെ വിജയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ക്യാപ്റ്റന്റെ വിജയമാണോ അതോ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യയശാസ്ത്ര വിജയമാണോ? എപ്പോഴും LDFന്റെ വിജയമാണ്. LDF കൂട്ടായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഞങ്ങളെ മുന്നണി എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ പങ്കുവഹിക്കുന്നൊരു മുന്നണിയാണ്. അതിൽ ഇടതുപക്ഷവും LDFും നല്ല നിലയിൽ തന്നെ യോജിച്ചു പോവുകയാണ്. അതിൻ്റേതായ വിജയമായിട്ട് അതിന് കാണേണ്ടതുള്ളൂ. ഇപ്പം ഇനി നാട്ടിലേക്ക് വന്നാൽ നമ്മളിരുന്ന് സംസാരിക്കുന്നത് പിണറായിയിലാണ്. ഞാൻ 2021 അങ്ങയുടെ വീടിൻ്റെ മുന്നിൽ വന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മണത്തേക്ക് വോട്ട് തേടി ഇറങ്ങുമ്പോൾ ശരിക്കും അങ്ങെല്ലായിടത്തും പ്രചാരണത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. പിണറായി വിജയനെ നാട്ടുകാർക്കറിയാം. പാർട്ടി സംവിധാനങ്ങളുണ്ട് വോട്ട് ചോദിച്ചു പോകുന്നതിന്. ഇപ്പോഴും അങ്ങനെ വോട്ട് ചോദിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതായത് ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തണം, ജനങ്ങളെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആ പഴയ നാട്ടുകാരനായിട്ടാണോ ധർമ്മടത്തെ വോട്ടർമാരുടെ വിജയേട്ടനായിട്ട് ഇക്കുറിയും അങ്ങനെ ഇറങ്ങി വോട്ട് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണാവുന്നത്ര കാണണം. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് അതിന് കഴിയാത്ത നിലയുണ്ട് എന്ന് നാട്ടുകാർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതിന് കാരണം ഞാൻ വെക്കുന്ന പരിമിതിയല്ല, എന്നിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒട്ടേറെ പരിമിതികളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിപ്പോൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ വെച്ചാൽ ഒരു 23 തൊട്ട് 3-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലായിരിക്കും. അതുതന്നെ 2 ജില്ലയിൽ ഇപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. എല്ലാ ജില്ലയിലും പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവസാനത്തെ 3 ദിവസമെങ്കിലും മണ്ഡലത്തിൽ വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ആ 3 ദിവസം മണ്ഡലത്തിൽ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് 4, 5, 6 തീയതികൾ. 7-ാം തീയതി പിന്നെ സമാപന കൊട്ടിക്കലാശത്തിന് സമയമായതുകൊണ്ട് ഈ കൊട്ടിക്കലാശത്തിനൊക്കെ അവസാനമായിട്ട് പോയത് എന്നായിരിക്കും? കാരണം സ്ഥാനാർത്ഥികളൊക്കെ ഈ വാഹനത്തിലൊക്കെ തുറന്ന വാഹനത്തിലൊക്കെ കയറി വരുന്ന ഒരു ദൃശ്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങ് അവസാനമായി കൊട്ടിക്കലാശത്തിന് പോയത് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ നാടാകെ അന്ന് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ നമ്മളും പങ്കെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെറിയ തോതിൽ പങ്കെടുത്താലും അത് പങ്കെടുക്കലായി. അത് ആ നിലക്കാണ്. ഇക്കുറി അങ്ങനെ കൈവീശി കാണിക്കുന്ന ഒരു പിണറായി വിജയനെ നമുക്ക് 7-ാം തീയതി കാണാൻ പറ്റുമോ? നോക്കാം എങ്ങനെയാണ്. ഇവിടെയുള്ള ആളുകൾ തീരുമാനിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ യുവ വോട്ടർമാർ, അതായത് പുതിയ വോട്ടർമാർ 4.5 ലക്ഷത്തോളം ഉണ്ട് സംസ്ഥാനമുടനീളം. അവർക്ക് ശരിക്കും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു 10 വർഷത്തെ ഭരണമായിരിക്കും അവർക്ക് കൂടുതലായിട്ട് അറിയാവുന്നത്. കാരണം അവരൊരു 8 വയസ്സുള്ള ആള് ആ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായത്തിൽ അങ്ങ് മുഖ്യമന്ത്രിയാണ്. മുൻപുള്ള സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ഒന്നും അവർക്ക് അത്രയ്ക്ക് അറിയുമായിരിക്കില്ല. അപ്പോൾ അങ്ങ് ചെയ്തു വെച്ച കാര്യങ്ങളുമായിട്ടായിരിക്കും അവർ കൂടുതലും താരതമ്യത്തിന് പോകുന്നത്. ഈ പുതിയ വോട്ടർമാർ, പ്രത്യേകിച്ചും ഈ ജെൻസി എന്ന് പറയുന്ന നവ വോട്ടർമാർ, അവരോടൊക്കെ അങ്ങേക്ക് വെക്കാനുള്ള ഒരു വികസന കാഴ്ചപ്പാട് എന്താണ്? അവരുടെ ഒരു ആഗ്രഹത്തിനൊത്ത് നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. അതിലവർ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ആദ്യത്തെ അഭ്യർത്ഥന. എങ്ങനെയാണ് നാട് മാറി വന്നത്? അത് എന്തുകൊണ്ടാണ്? എന്താണ് അതിനിടയാക്കിയത്? ആ ഭാഗം അവർ നല്ലതുപോലെ ഉൾക്കൊള്ളണം. അതോടൊപ്പം അവരാഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സൗകര്യം വേണം. ഉന്നത വിദ്യാഭ്യാസം അതിനനുസരിച്ച് മെച്ചപ്പെടണം. അതാണ് സർക്കാർ ശ്രമിക്കുന്നത്. നല്ല മാറ്റം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഇപ്പോൾ ഒരു തള്ളപ്പെട്ട സംസ്ഥാനമല്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നുപോലും രാജ്യത്തെ സ്ഥാപനങ്ങളൊന്ന് റാങ്ക് ചെയ്താൽ അതിൽ ആദ്യത്തെ 100-ൽ ഉണ്ടായിരുന്നില്ല 2016 മുൻപ്. ഇപ്പോൾ ആ അവസ്ഥ മാറി. നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മുടെ നാടും പുരോഗമിക്കുകയാണ്. നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ നല്ല പുരോഗതിയാണ്. കോളേജുകൾ ആദ്യത്തെ 100-ൽ 18 എണ്ണം കേരളത്തിൽ പെടും. കേരളത്തിലുള്ള കോളേജുകളുണ്ട്. പിന്നെ കോഴ്സുകൾ അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ 4 വർഷ കോഴ്സ്
അത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള കോഴ്സായി വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഗവേഷണത്തിന് വലിയ മുൻതൂക്കം കൊടുക്കുകയാണ്. ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. നല്ല മാറ്റം ആ രംഗത്ത് വരുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് നല്ല പിന്തുണ സർക്കാർ നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ലതുപോലെ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവത ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏത് വികസിത രാഷ്ട്രത്തിലുമുള്ള ചെറുപ്പക്കാരോട് മത്സരിക്കാവുന്ന അവസ്ഥയിലെത്തുക എന്നുള്ളതാണ്. മത്സരം ആവശ്യമാണ് ചുരുക്കം. അപ്പോൾ അതിന് പറ്റുന്ന നിലയിലേക്ക് അവരെ ഉയർത്തുകയാണ്. അതിനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ജോലി, അവർക്ക് നേടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ, നേടിയ നൈപുണ്യത്തിൻ്റെ ഭാഗമായുള്ള ജോലി ഇവിടെ ഉണ്ടാവുക എന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനും വലിയ ഇടപെടലാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റിയ അന്തരീക്ഷം കേരളത്തിൽ വളർന്നു വരികയാണ്. നമ്മുടെ വ്യാവസായിക രംഗമെടുത്താൽ റെഡ് കാറ്റഗറി മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മേഖലയിലും നല്ല വളർച്ച ഉണ്ടാകാനാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായി നിക്ഷേപ സാധ്യതകൾ വൻതോതിലാണ് വർദ്ധിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നടത്തിയ ആഗോള നിക്ഷേപ സംഗമത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താല്പര്യമാണ് വന്നത്. ദാവോസിലെ സംഗമത്തിൽ കേരളം പങ്കെടുത്തപ്പോൾ കേരളത്തെ അവിടുന്ന് നിക്ഷേപകർ 1,18,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്താൻ താല്പര്യമുണ്ട് എന്നാണ് അറിയിച്ചത്. ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു മാറുന്ന ചിത്രമാണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള മാറ്റം ഈ യുവാക്കൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ളൊരു കേരളമാക്കി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3-ാം ഊഴത്തിലേക്കുള്ള സ്വപ്നമാണ് അങ്ങിപ്പോൾ പങ്കുവെച്ചത് ബിഗ് ടി വിയിലൂടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആ സ്വപ്നം സാർത്ഥകമാകട്ടെ. കാരണം നാട് പുരോഗമിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ അങ്ങനെയാണ് വ്യക്തിപരമായിട്ട് കരുതുന്നത്. നമ്മളിനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അത് ഡൽഹിയിലാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് BJP എതിർക്കുന്ന ഒരു സംവിധാനമായിട്ടാണല്ലോ ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPIM-ന്റെ മുഖ്യ ശത്രുവായി എപ്പോഴും അങ്ങടക്കം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ് എന്ന രീതിയിലുള്ള വിമർശനവുമായി മറുഭാഗത്ത് BJP നിൽക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിൽ CPIM ഉൾപ്പെടുന്നത് കൊണ്ട് CPIM-ന് കേരളത്തിൽ അതൊരു തിരിച്ചടിയായി മാറുന്നുണ്ടോ, അതോ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇരട്ടത്താപ്പല്ല എന്ന്? ഇന്ത്യ മുന്നണി എന്നത് യഥാർത്ഥത്തിൽ ഒരു മുന്നണിയല്ല, ശരിക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണത്. എല്ലാവരും കൂടിയുള്ളൊരു പ്ലാറ്റ്ഫോം. അതിൻ്റെ ഉദ്ദേശം BJP ഇപ്പോൾ നല്ല കരുത്ത് നേടിയിരിക്കുന്നു. BJPയെ ഒറ്റക്ക് നേരിടാൻ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിക്കും കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് യോജിച്ച് നേരിടണം. ആ ആശയത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന ബ്ലോക്ക് ഉണ്ടാകുന്നത്. അത് വിശാലമായ അർത്ഥത്തിലുള്ളൊരു ബ്ലോക്കാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്താകെയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ ലീഡർഷിപ്പും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അതിൻ്റെ ഒരു പ്രധാന ലീഡറാണല്ലോ, ഈ ലീഡർഷിപ്പ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. ഏബിളാണോ യഥാർത്ഥത്തിൽ ഈ ലീഡർഷിപ്പ്? ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. എത്രത്തോളം കരുത്തുള്ള, അല്ലെങ്കിൽ അങ്ങിപ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള പേരിന് അർഹനാണെന്ന് കേരളം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ ഇന്ത്യ മുന്നണിയുടെ നേതാവായി അതിനെ നയിക്കാൻ, അതിനെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കുണ്ടോ? കരുത്തിൻ്റെ പ്രശ്നമല്ല അതിൽ. യഥാർത്ഥത്തിൽ BJPയോടുള്ള സമീപനം എന്ത് എന്നുള്ളതാണ്. ഞാനതിൽ കാണുന്നത് BJPയുടെ ഒരു B ടീമായി ഫലത്തിൽ അധപ്പതിക്കുന്ന നില കോൺഗ്രസിനും കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്കും വരുന്നു എന്നുള്ളതാണ്. അതൊരു വെറുതെ പ്രചരണത്തിന് വേണ്ടി പറയുന്നൊരു കാര്യമല്ല. നമ്മുടെ രാജ്യത്തുണ്ടായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഡൽഹി, വടക്കേ ഇന്ത്യ എടുത്താൽ ഡൽഹിയാണ് നല്ല രീതിയിൽ BJPയെ നേരിട്ട്
AAP കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിച്ചത്. നല്ല നിലയിൽ തന്നെ അവർ പ്രവർത്തിച്ചു വരുന്നു. അത്തരം ഗവൺമെൻറ്റുകളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷികളെയും വേട്ടയാടുന്ന രീതിയാണ് BJP സ്വീകരിക്കാറ്. അത് ഡൽഹിയിലും കണ്ടു. അതിൻ്റെ ഭാഗമായി ഒരു കേസ് ഉണ്ടാക്കി അതിൽ അവിടുത്തെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. മന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആകെ പറഞ്ഞത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത് കെജ്രിവാളിനെയാണ്. അപ്പോൾ BJPക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ ഇങ്ങേ ഭാഗത്തു നിന്ന് തന്നെ പിന്തുണ കൊടുക്കുകയാണ്. വലിയ ആവേശത്തോടെ അതവർ വിളിച്ചു പറഞ്ഞു. അത് ഒപ്പമുള്ളവരെ ഒറ്റുന്നൊരു നടപടി. തീർച്ചയായും ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതാണ് ഞാൻ B ടീമാണെന്ന് പറഞ്ഞത്. അത് അറസ്റ്റ് ചെയ്തപ്പോൾ അവർ ആഹ്ലാദപ്രകടനം നടത്തി. എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറം നമ്മൾ കാണേണ്ടത് BJP ഉദ്ദേശിച്ചത് ഇതിലൂടെ AAPയെ തകർത്ത് അധികാരം പിടിക്കലാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ AAPക്കാണ് നല്ല സ്വാധീനമുള്ളത്. കോൺഗ്രസ് AAPയുമായി സഹകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഫലമായി BJP തിരിച്ചു വന്നു. അപ്പോൾ ഫലത്തിൽ BJPയെ സഹായിക്കുന്ന നില അവിടെയുണ്ടായി. ഇതവിടെ മാത്രമല്ല, ഇവിടെയുണ്ടോ? അല്ല, അവിടെ മാത്രമല്ല, ഇവിടുത്തെ കാര്യത്തിൽ പിന്നെ അവർക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ലല്ലോ. BJP ആ തരത്തിൽ വലിയ തോതിൽ സഹായിച്ച് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. എന്നാലും ചില കാര്യങ്ങൾ അവർ ഒത്തുകളിക്കാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. അത് നമുക്ക് ഇത്തവണ അങ്ങ് മൂന്നാം ഊഴത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളത് അവർ തന്നെ ആശങ്കപ്പെടുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു ഡീൽ, നേരത്തെ മന്ത്രി V ശിവൻകുട്ടി നിയമത്തെക്കുറിച്ച് എന്നോട് തന്നെ അങ്ങനെയൊന്ന് പ്രതികരിച്ചിരുന്നു ബിഗ് TVയിലൂടെ. അങ്ങനെയുള്ള ചില ഡീലുകളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ CJP എന്ന് അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് CPMുമായിട്ടുള്ള ഒരു ഡീൽ BJPക്ക് ഉണ്ടെന്നാണ്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസും C തന്നെയാണല്ലോ തുടങ്ങുന്നത്. അവിടെ ഒരു CJP ഉണ്ടോ, കോൺഗ്രസ് ജനതാ പാർട്ടി? അല്ല, ഇവിടെ കാണേണ്ടത് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ്. ഇവിടെ കേരളത്തിലെ കാര്യമാണ് അറിയേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം. കേരളത്തിൽ നമ്മുടെ നാടിൻ്റെ സ്വീകാര്യത കിട്ടാത്ത ഒരു വിഭാഗമായിരുന്നു RSS നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ. RSS ആണ് എല്ലാ കാലത്തും ഇതിൻ്റെ നേതൃത്വത്തിൽ, നേരത്തെ ജനസംഘം. അപ്പോൾ ആ കാലം മുതൽക്കേ കേരളത്തിലെ കോൺഗ്രസ് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ കോലി-ബി സഖ്യം വന്നത്. അത് വടകര പാർലമെൻറ്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലുമായിരുന്നു. രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു. രഹസ്യമാണ്, പക്ഷെ അത് പരസ്യമായി. അന്ന് കോൺഗ്രസും BJPയും ലീഗും ചേർന്നാൽ നല്ല പാട്ടും പാടി ഇവരെ ജയിപ്പിക്കാം. പക്ഷേ പരസ്യമായതോടുകൂടി ജനങ്ങൾ അതിശക്തമായി അതിനെതിരെ രംഗത്ത് വന്നു. അന്നത്തെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിൽ UDF ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. അങ്ങനെ അധികാരത്തിലിരിക്കുന്ന UDF ഗവൺമെൻറ്റിനെ നോക്കി ഒരു RSS നേതാവ് പരസ്യമായി പറഞ്ഞു, ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ്, ഞങ്ങളുടെ പിന്തുണ 41 സീറ്റുകൾ നിങ്ങൾക്കുണ്ടായതാണ്, അത് നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പിന്തുണയും ഒരു ഘട്ടത്തിൽ അവർ സ്വീകരിച്ചതാണ്. നിങ്ങൾ പറഞ്ഞ നമ്മുടെ CJP നിയമത്തിൻ്റെ കാര്യത്തിൽ, നിയമത്ത് രാജഗോപാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് 2016. അന്ന് രാജഗോപാൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കോൺഗ്രസ്സിന് സാധാരണഗതിയിൽ അവിടെ കിട്ടേണ്ട വോട്ട് കിട്ടുന്നില്ല, വൻപിച്ച് ഇടിവ് സംഭവിക്കുന്നു. എന്നാൽ വേറൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് BJPയുടെ വോട്ടിൽ സാരമായ കുറവും വരുന്നു. പരസ്യമായ ഒത്തുകളിയായിരുന്നു അത്.
BJPക്ക് ജയിക്കാനുള്ള ഒരു സീറ്റ് നേടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. 2021 ഞങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞു, തുറന്ന അക്കൗണ്ട് പൂട്ടിക്കും. അതാണ് 2021 ശിവൻകുട്ടിയുടെ വിജയത്തോടെ സംഭവിച്ചത്. അപ്പോൾ കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ ഈ തരത്തിലുള്ള കൂടിച്ചേരലുകൾ, അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിന് BJPയെ കൂട്ടുന്നതിന് ഒരു ശങ്കയുമില്ല എന്നതാണ് വസ്തുത. ഇവിടെ തൃശ്ശൂരിലെ BJPയുടെ വിജയം, ആ BJPയുടെ വിജയത്തിൽ നമ്മൾ കാണേണ്ട വസ്തുത, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട സീറ്റ് വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വന്നത്. അപ്പോൾ കോൺഗ്രസ് വിചാരിച്ചാൽ BJPക്ക് ജയിക്കാമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അല്ല, 2019 കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ കോൺഗ്രസ്സിനില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കില്ല. എന്നാൽ LDFന് 2019 ലഭിച്ചതിനേക്കാളും കൂടുതൽ വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ എവിടെയോ എന്തോ തകരാറുകൾ കോൺഗ്രസ്സിന് സംഭവിക്കുന്നു. പലപ്പോഴും അത് അവരുമായിട്ടുള്ള ആലോചനകളിലേക്കും കൂട്ടുകെട്ടിലേക്കും എത്തുന്നു. കേരളത്തിൽ നടന്ന നിരവധി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പുകളിൽ BJPയുമായി ചേർന്ന് മത്സരിക്കാൻ അവർക്ക് പ്രയാസമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ BJPയുമായി ചേർന്നുകൊണ്ട് ഭാരവാഹികൾ നിശ്ചയിക്കുന്ന പ്രയാസമില്ല. അപ്പോൾ BJPയോട് എല്ലാ ഘട്ടത്തിലും വലിയ തോതിലുള്ള മൃദു മനോഭാവം സ്വീകരിക്കുകയാണ്. അതിലൂടെ LDFനെ പ്രധാന ശത്രുവായി കണ്ടുകൊണ്ട് BJPയെ കൂടെ നിർത്തി കാര്യങ്ങൾ നീക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭാഗം, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഘട്ടം വരുമ്പോൾ, BJPക്കെതിരെ സംസാരിക്കേണ്ടി വരുമ്പോൾ അതിൽ പൂർണ്ണ മൗനം പാലിക്കുകയാണ്. BJPക്കെതിരെ ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മുടെ നാടിൻ്റെ ദുരന്തഘട്ടങ്ങളിൽ നമുക്ക് സഹായം ലഭിക്കാതിരുന്നപ്പോൾ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇതൊക്കെ കാണിക്കുന്നത് BJPയോട് വല്ലാത്തൊരു മൃദു മനോഭാവം കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെ വളർന്നു വരുമെന്ന് കണ്ടറിയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ഇതിനൊന്നും ഒരു ശങ്കയും കോൺഗ്രസ്സിനില്ല എന്നത് നമ്മൾ കാണണം. അതിൻ്റെ കൂടെ നിൽക്കാൻ ലീഗിനും മടിയില്ല. ഇതാണ് വസ്തുത. അപ്പോൾ ഈ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് അങ്ങ് BJPയെയും RSSനെയും ഒക്കെ എപ്പോഴും തുറന്ന് വിമർശിക്കുന്ന ഒരു നേതാവായിട്ടാണ് അങ്ങ് കുറേ കാലങ്ങളായി നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ഈ പൂരം കലക്കൽ വിവാദം, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലൊക്കെ വരുമ്പോൾ അങ്ങ് ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് BJPയോട് അല്ലെങ്കിൽ RSSനോടൊക്കെ ഒരു മൃദു സമീപനം എടുക്കുന്നയാളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങേക്ക് മറ്റ് പാർട്ടികളിൽ നേരത്തെ അങ്ങ് മോഹൻലാലുമായി അങ്ങയോട് മോഹൻലാൽ നടത്തിയ അഭിമുഖം ഞാൻ പൂർണ്ണമായി അന്ന് തന്നെ കണ്ടിരുന്നു. അപ്പോൾ അന്ന് സൗഹൃദങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചതിന് രസകരമായിട്ട് അങ്ങ് മറുപടി പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ BJP ആയാലും RSS ആയാലും രാഷ്ട്രീയ വൈരികളായി അല്ലെങ്കിൽ ഐഡിയോളജിക്കലി അപ്പുറത്ത് നിൽക്കുന്ന ആളുകളായി അങ്ങ് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പൊതുമണ്ഡലത്തിൽ. അവരിൽ അങ്ങേക്ക് സുഹൃത്തുക്കളുണ്ടോ? സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥ സുഹൃത്തുക്കളില്ല. നല്ല പരിചയക്കാരുണ്ട്, നല്ല ബന്ധങ്ങൾ പരസ്പരം സൂക്ഷിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ശ്രീധരൻപിള്ള നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് പെരുമാറുന്നയാളാണ്. ഞാനുമായിട്ട് നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. ഇപ്പോൾ രാജഗോപാലിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞെങ്കിലും രാജഗോപാൽ വ്യക്തിപരമായി നല്ല രീതിയിൽ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ ബന്ധപ്പെടുന്ന ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷേ സുഹൃത്തെന്ന് പറയുമ്പോൾ അതിനപ്പുറത്താണ്. അങ്ങനെ ഒരു സുഹൃത്ത് അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും അങ്ങ് നരേന്ദ്രമോദിയുമായി കൈപിടിച്ച് നിൽക്കുന്ന ചിത്രമൊക്കെ വന്നപ്പോൾ ഒരു വ്യക്തിബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മബന്ധമുണ്ട്, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ആ പദവികൾക്കപ്പുറം നിങ്ങൾക്കൊരു പരിചയമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ കണ്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അങ്ങയുടെ ഒരു ഇടപെടൽ അതൊരു വ്യക്തിപരമായ ഒരു അടുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അത് ഈ പറയുന്ന കാര്യങ്ങളിൽ ചിത്രങ്ങൾ കണ്ടെങ്കിലും ആ ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടായില്ല എന്നുള്ളതല്ലേ നമ്മുടെ അനുഭവം. കേരളത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ടായല്ലോ. കേരളത്തിന് ദുരന്തഘട്ടത്തിൽ സഹായം വേണമായിരുന്നു.
നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന് കേന്ദ്ര സഹായം ലഭിച്ചു, വിദേശ സഹായം ലഭിച്ചു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ അതിനെ ഗുജറാത്തിനെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ നാട് നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിട്ടു. കേരളമാകെ തകർന്നടിഞ്ഞു പോകുന്ന നില. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. കേന്ദ്രം ആവശ്യമായ സഹായം തന്നില്ല. നമ്മെ സഹായിക്കാൻ തയ്യാറായി വന്ന വിദേശ രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. ആ സഹായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വീകരിച്ച ആ സഹായം കേരളത്തിലൊരു ദുരന്തം വന്നപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് എടുത്തത്. സഹായം അവർ തന്നതുമില്ല. ഞങ്ങൾ മന്ത്രിമാരെന്ന നിലക്ക് വിദേശത്ത് ചെന്നാൽ അവിടുന്ന് കുറച്ച് പണം സമാഹരിക്കാൻ പറ്റും എന്ന് മലയാളി സഹോദരങ്ങൾ അറിയിക്കുകയാണ്. അതിനുള്ള പെർമിഷൻ ചോദിച്ചു മന്ത്രിമാർക്ക് പോകാൻ. കേന്ദ്ര പെർമിഷൻ വേണം. ആ പെർമിഷൻ നിഷേധിച്ചു. ഇങ്ങനെയുള്ള ക്രൂരമായ അനുഭവമാണല്ലോ നമുക്കുള്ളത്. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ കേരളത്തിന് ഒരു സംസ്ഥാനമെന്ന നിലക്ക് ആവശ്യമായ സഹായവും സഹകരണവും പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകണമല്ലോ. ആ പിന്തുണ ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള ശത്രുതാഭാവമല്ലേ ഉണ്ടായത്. കേരളത്തിന് അർഹതപ്പെട്ട നികുതി വീതം നിഷേധിക്കുകയല്ലേ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം 2.5% ജനങ്ങൾ, ഇന്ത്യയുടെ 2.5% ജനങ്ങളുടെ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വീതം 1.9. ജനസംഖ്യാനുപാതികമായെങ്കിലും അത് ലഭിക്കണ്ടേ? അത് ലഭിക്കുന്നില്ലല്ലോ. നേരത്തെ ഉള്ളതിലും കുറവ് വരുത്തിയല്ലോ. അതോടൊപ്പം തന്നെ കാണേണ്ട കാര്യമാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സഹായത്തിൻ്റെയും മാത്രം വരുമാനത്തിലൂടെയല്ല. ആവശ്യമായ കടമെടുക്കും. കടമെടുത്താൽ ആ കടം ചെലവഴിക്കുന്നത് നമ്മുടെ വിവിധ പദ്ധതികൾക്കാണ്. അങ്ങനെയുള്ള കടമെടുപ്പാണ് നമ്മൾ നടത്തുന്നത്. ആ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ അനാവശ്യമായ നിയന്ത്രണം കൊണ്ടുവന്നു. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി കേരളത്തിന് എടുക്കാൻ അർഹതയുള്ള കടം തന്നെ നിഷേധിക്കുന്ന നില വന്നു. ആ അനുവദിക്കപ്പെട്ട കടത്തിൽ തന്നെ പിന്നെയും കുറവ് വരുത്താൻ എന്താണ് മാർഗം എന്ന് നോക്കി. അതെ അതെ. അതിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൻ്റെ പരിധിയിൽപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റി കടമെടുക്കുന്നുണ്ടല്ലോ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടമെടുപ്പായിട്ട് കണക്കാക്കുന്നില്ലല്ലോ. പക്ഷേ അതിന് ഉത്തരവില്ല. അപ്പോൾ കേരളത്തോടൊരു പ്രത്യേക നയം സ്വീകരിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തി. ഇതിനെല്ലാം എതിരെയാണ് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ഗൗരവമായി കണ്ടു. അപ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമീപനമാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ കാണാറുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്, നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അനുഭവത്തിൽ ഒരു ഫലവും അതുകൊണ്ടുണ്ടായിട്ടില്ല. മാത്രമല്ല, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എടുത്താൽ കേരളത്തിൽ എയിംസിന് സാധ്യതയില്ല എന്ന് ആരെങ്കിലും പറയും. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന നാൾ തൊട്ട് പ്രധാനമന്ത്രിയെ ഓരോ വർഷവും കണ്ട് ചോദിക്കുന്നതാണ്. ചെന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിപ്പോയി എന്ന് തോന്നും. സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ കൊണ്ടുവരുമെന്ന്. അതെ, അത് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹവും പറയുന്നുണ്ട്. പക്ഷേ ഇതേവരെ എയിംസ് വന്നിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ബജറ്റിൻ്റെ ഘട്ടത്തിലും അവരെ പോയി കണ്ടിരുന്നു. പ്രധാനമന്ത്രി മാത്രമല്ല, ആരോഗ്യമന്ത്രിയെയും കണ്ടു. ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ രാഷ്ട്രീയമായ നിലപാടാണ് ഇക്കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്നത്. വ്യക്തിപരമായി കണ്ട് സ്ഥലത്തിൻ്റെ പ്രശ്നമല്ലായിരിക്കും നമുക്ക് വേണ്ടത്ര. സ്ഥലത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. സ്ഥലത്തിന് നേരത്തെയുള്ളൊരു ആവശ്യമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ നേരത്തെയുള്ളൊരു ആവശ്യമാണ്. ആവശ്യത്തിൻ്റെ ഭാഗമായി പിന്നെ സ്ഥലം നിർദ്ദേശിക്കാൻ പറഞ്ഞു. ഞങ്ങളല്ല, UDF ഗവൺമെൻറ് 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. അതിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു 4 പറയണ്ട, ഒരു സ്ഥലം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം പറഞ്ഞു. അതാണ് കോഴിക്കോട് ജില്ലയിൽ. അതിനാവശ്യമായ സ്ഥലവും എടുത്തു. അതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, ഒരു കുറവുമില്ല. എല്ലാ സ്ഥലവും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നടപടിയില്ല എന്ന് മാത്രം. അതങ്ങനെയാണെങ്കിൽ അത് പറയണ്ടേ, അതിനുള്ള കുറവ് പറയണ്ടേ. അതല്ല, അത് അവർ തരാൻ തയ്യാറില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത.
അതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വ്യക്തിപരമായി കാണുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ സ്വീകരിക്കുന്നു, നല്ല ചിരി പരസ്പരം ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, രണ്ടു കൂട്ടരും കൈ കൂപ്പുന്നു, അത് ഒരു ഭാഗം. പക്ഷേ അതിൻ്റെ ആക്ഷൻ്റെ ഭാഗം വരുമ്പോൾ കേരളത്തോട് പ്രത്യേകമായ വിരോധത്തോടെയുള്ള സമീപനമാണ്. അതിന് കാരണം കേരളം BJPയെ സ്വീകരിക്കുന്നില്ല. ആ രാഷ്ട്രീയ പകപോക്കൽ ഒരു നാടിനോടും ജനതയോടും BJP നടത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത്തവണ ഒരു 4-5 MLA ഉണ്ടായാൽ ഇത് മാറുമായിരിക്കുമോ? BJPക്ക് 4-5 MLA ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു സാധ്യതയില്ല. ഇവിടെ ഒരു സാധ്യതയില്ല. അതൊക്കെ അവരുടെ സ്വപ്നം മാത്രമാണ്. അധികാരത്തിലേക്ക് വരും 2031 ഇത്തവണ മികച്ച MLA വരുമെന്നൊക്കെയാണ് അവകാശവാദം. അതെല്ലാം അവകാശവാദം ഏത് പാർട്ടിയും ഉന്നയിക്കുമല്ലോ. അത് സാധാരണ നിലക്ക് അവരതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ അവർ ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ ശ്രമം വിജയിക്കാത്തതുകൊണ്ടാണല്ലോ കേരളത്തോട് വലിയ വിരോധം വരുന്നത്. ആ വിരോധം തീർക്കാൻ വേണ്ടി BJPയെ പിന്താങ്ങുന്ന അവസ്ഥ കേരളം സ്വീകരിക്കില്ല. കേരളം പൂർണ്ണമായി അവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതിൻ്റെ പ്രശ്നം മതനിരപേക്ഷതയുടേതാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണ് നമ്മുടെ നാട്. അതിനെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. ഇവർക്ക് അവസരം കൊടുത്താൽ എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഏക മനസ്സോടെ നിൽക്കുകയാണ്. ഇന്ന് ഈദ് ദിനം എല്ലാവരും ഒരേ മനസ്സോടെ ആചരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. ഞാനിന്ന് രാവിലെ പാണക്കാട്ട് പോയിരുന്നു. അവിടുത്തെ പെരുന്നാൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല വീടുകളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ടാവും. മുസ്ലിം വീടുകളിൽ മാത്രമല്ല, മറ്റു വീടുകളിലും. അതാണ് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം. ബിരിയാണിയാണോ കഴിച്ചത്? ഞാൻ ഇന്ന് ബിരിയാണിയാണ് കഴിച്ചത്. അതാണൊരു നില. അതാണ് കേരളത്തിൻ്റെ പൊതുവായ നില. അതൊരു സംസ്കാരമാണ്. ഓണം, പെരുന്നാൾ, ഈസ്റ്റർ, അങ്ങനെയെല്ലാം ഉള്ളത് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു നിലയാണ് കേരളത്തിൽ. അത്തരമൊരു മനസ്സാണ് കേരളത്തിൽ. അപ്പുറവും ഇപ്പുറവും ഉള്ളവരെല്ലാം സഹോദരങ്ങൾ എന്ന മട്ടിലാണ് ജീവിക്കുന്നത്. അത് മാറ്റി തീർക്കാൻ കേരളം സമ്മതിക്കില്ല. ശരിക്കും നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതാണ്. അതിനെയാണ് വക്രീകരിക്കാൻ നോക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെയുള്ള BJPക്ക് ഇത്തവണ ഒരു സീറ്റിന് പോലും സാധ്യതയില്ല എന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UDF ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ രീതിയിലുള്ള വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കില്ലേ? അങ്ങനെ ഞാൻ കാണുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടാവുമെന്ന് കാണുന്നില്ല. ഇപ്പോൾ അങ്ങയുടെ സമയമായിട്ടില്ല, ഞാൻ നോക്കുന്നുണ്ട്. അങ്ങ് കൃത്യനിഷ്ഠയുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നമ്മുടെ ഈ കണ്ണൂരിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പാർട്ടി കോട്ടയിൽ TK ഗോവിന്ദൻ മാഷിനെ പോലൊരു വിമതനൊക്കെ വരുന്നു. പാർട്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് സാഹചര്യങ്ങൾ, അതിനെയൊക്കെ VD സതീശൻ വിസ്മയമാക്കി അവതരിപ്പിക്കുകയാണ്. ഇനിയും വേണോ വിസ്മയം എന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുതിർന്ന നേതാവ് വിമതനാകുന്ന ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ പാർട്ടിക്ക്? ഇതിപ്പോൾ ഒരു കാലത്തിൻ്റെ മാറ്റമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പൊതുവായി കുറേ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ TK ഗോവിന്ദൻ്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. അതിൽ തളിപ്പറമ്പ് മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ അവിടെ ഒരു മഹിള മത്സരിക്കട്ടെ എന്നാണ് പൊതുവിൽ കണ്ടത്. അതിൻ്റെ ഭാഗമായി അവർ തീരുമാനിക്കുമ്പോൾ ആ തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെയുള്ള തളിപ്പറമ്പിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ദീർഘകാലമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന PK ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അതിനെപ്പറ്റി തന്നെ അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ആലോചിക്കുന്ന യോഗത്തിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന പരാതിയും അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യോഗ്യരാണ് എന്ന് അവരവർ കണക്കാക്കിയാൽ മാത്രം പോരാലോ. മറ്റുള്ളവർക്കും ആ സ്ഥാനത്തേക്ക് പറ്റിയ ആളാണ് ഇദ്ദേഹം എന്നൊരു തോന്നൽ ഉണ്ടാകണ്ടേ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ തോന്നൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മറ്റെന്തെങ്കിലും ഒരു വിഭാഗീയതയുടെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യമല്ല, അത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. ഏതായാലും മഹിള എന്ന നിലക്ക് ശ്യാമള ടീച്ചറെ നിശ്ചയിച്ചതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം UDFുമായി ബന്ധപ്പെടുക, അതിൻ്റെ ഭാഗമായി അവരുടെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയാവുക എന്നാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയെ തകർക്കുന്നതിനുള്ള ശത്രുവിൻ്റെ കയ്യിലെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ് TK ഗോവിന്ദൻ എന്ന പഴയ കമ്മ്യൂണിസ്റ്റ്.
അതാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങിപ്പോൾ പറഞ്ഞു, അങ്ങയുമായി സംസാരിച്ചു എന്നൊക്കെ അദ്ദേഹം പലതവണ ആവർത്തിച്ചുകൊണ്ടാട്ടോ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ പി.കെ. ശ്യാമള ടീച്ചറിൻ്റെ ഒരു യോഗ്യതയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലാണെങ്കിലും പോഷക സംഘടനകളിലുമായാലും ഒക്കെ കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന പ്രവർത്തിച്ചു വരുന്ന ഒരാൾ തന്നെയാണ്. മാത്രമല്ല തളിപ്പറമ്പ്, ആന്തൂര് ഇവിടെയൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായി, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് പദവികൾ വഹിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷേ ഗോവിന്ദ മാസ്റ്റർ മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ്. ഭാര്യയെ പകരം കൊണ്ടുവന്നു എന്നൊരു ആരോപണം ഉയർത്താൻ നമ്മളൊരു അവസരം കൊടുത്തോ എന്നൊരു സംശയം. സുകന്യ ടീച്ചർ ഉണ്ടായിരുന്നു അവിടെ? അവിടെയല്ല സുകന്യ, തളിപ്പറമ്പിലല്ല. പരിഗണിക്കാമായിരുന്നില്ലേ? അങ്ങനെ പല പേരുകൾ ഉണ്ടാവുമല്ലോ. തളിപ്പറമ്പിൽ തന്നെയുള്ള ആളെയാണല്ലോ ആദ്യം പരിഗണിച്ചത്. തളിപ്പറമ്പിൽ തന്നെയുള്ള ആളെ അവർ പരിഗണിച്ചപ്പോൾ ആ പേരിലേക്ക് എത്തി എന്നുള്ളതേ ഉള്ളൂ. മറ്റു പേരുകൾ ധാരാളം കാണുമല്ലോ, ധാരാളം പേരുകൾ കാണുമല്ലോ. ഇവിടെ പി.കെ. ശ്യാമള എന്ന് പറയുന്ന അവരെ കാണുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിട്ട് മാത്രമല്ല, അവർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ DYFIയുടെ പ്രവർത്തകയായിരുന്നു, പാർട്ടിയുടെ ഭാഗമായിരുന്നു, പാർട്ടിയുടെ അംഗത്വം ഉണ്ടായിരുന്നു, പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്, പാർട്ടി കമ്മിറ്റികളിലുണ്ടായിട്ടുണ്ട്, ക്രമാനുഗതമായി വളർന്നു വന്നിട്ടുണ്ട്, വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യയായിട്ട് കിട്ടിയതല്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിച്ച കാര്യങ്ങളാണ്. അങ്ങനെയുള്ളൊരു ക്രമാനുഗത വളർച്ച എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ആ കാര്യത്തിൽ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് പോലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് ശരിയായ രീതിയല്ല. അതെ. പക്ഷെ ഞാൻ അങ്ങയുടെ കാര്യത്തിൽ അങ്ങയെ അഭിനന്ദിക്കണമെന്ന്, എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹിച്ചത് അങ്ങ് ഒരിക്കൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത്, എൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്നത് പോലും അറിയില്ല എന്ന്. അപ്പോൾ കുടുംബം എവിടെ നിൽക്കണം എന്നുള്ളൊരു കരുതൽ അങ്ങ് കൃത്യമായിട്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജാഗ്രത താങ്കളും താങ്കളുടെ കുടുംബവും മാത്രം പാലിക്കേണ്ട ഒന്നാണോ? ജനപ്രതിനിധികൾ എല്ലാവരും പാലിക്കേണ്ട, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയല്ലേ? അങ്ങയുടെ ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ചോദ്യം. അങ്ങനെയല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൽ ആളുകൾ വരുന്നത് രാഷ്ട്രീയത്തിൽ വരാനുള്ള താല്പര്യത്തെ മുൻനിർത്തിയാണ്. ഇപ്പോൾ ഞാനായാലും മറ്റേതൊരാളായാലും രാഷ്ട്രീയ രംഗത്തുള്ളയാൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നയാൾ, എൻ്റെ തലമുറക്ക് മുൻപായാലും അതിന് ശേഷമായാലും വിവിധ ഘട്ടത്തിലുള്ള എതിർപ്പുകൾ, ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഒരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരാൻ ധാരാളം ചെറുപ്പക്കാർ സന്നദ്ധരാകുകയായിരുന്നു. ആ ചെറുപ്പക്കാർ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന അച്ഛനും അമ്മയും കാണും, സ്വാഭാവികമായിട്ട്. കാരണം ഒരുപാട് എതിർപ്പുകൾ വരും, എൻ്റെ മോനെന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ആവൽ ചിന്തയുടെ ഭാഗമായിട്ട് എതിർപ്പുകൾ വരും. പക്ഷേ ആ ചെറുപ്പക്കാരൊക്കെ പാർട്ടിയുടെ ഭാഗമായി മാറിയല്ലോ. അവരുടെ ചിന്തയോടുകൂടി, ചിന്തക്ക് അനുസരിച്ച് നിൽക്കുകയല്ലോ ചെയ്തത്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത് അവരുടെ താല്പര്യം കൂടി വെച്ചുകൊണ്ടാണ്. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം വെച്ചാൽ അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ അതീവ താല്പര്യത്തോടെ അങ്ങനെ സജീവ രാഷ്ട്രീയക്കാരായി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഒഴിഞ്ഞു നിന്നത്. എന്നാൽ സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയുണ്ട്, ഓരോ കുടുംബത്തിലുമുണ്ട്. അത് അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവരോട് നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്നൊരച്ഛനും അമ്മയും അവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരാണെങ്കിൽ പറയില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പ്രവർത്തിച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ സജീവ രാഷ്ട്രീയമാണ്, അതുകൊണ്ട് മകന് സജീവ രാഷ്ട്രീയം പാടില്ല എന്ന് പറയാൻ പറ്റും. ഞാനിപ്പോൾ ഇന്നലെ കാണുകയുണ്ടായി, ഒരു ലോക്കൽ സെക്രട്ടറി എന്നെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. അപ്പോൾ ക്ഷണിക്കാൻ വന്നപ്പോൾ മകൻ്റെ കല്യാണമാണ്, ആ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇതാണ് അവസ്ഥ. അത് ആ മകൻ വരുന്നത് ലോക്കൽ സെക്രട്ടറിയുടെ മകനായതുകൊണ്ടല്ല, അയാളുടെ പ്രവർത്തനത്തിലൂടെ ലോക്കൽ കമ്മിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് കാണുന്നത്. വിവിധ തലങ്ങളിലുള്ള അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് അംഗീകാരം നേടുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബാംഗങ്ങളെയാണ് കാണാൻ പറ്റുക. എൻ്റെ മകനെക്കുറിച്ച് ഞാൻ പറയാനിടയായത് അവനെപ്പറ്റി ഒരു ആരോപണം വന്ന ഘട്ടത്തിലാണ്. ആ ആരോപണം വന്ന ഘട്ടത്തിൽ അത് ഞാൻ പറഞ്ഞത് വസ്തുതാപരമാണ്. ആ വിദ്വാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ക്ലിഫ് ഹൗസിൽ ചെലവഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആലങ്കാരികമായിട്ട് എത്ര മുറിയുണ്ടെന്ന് പോലും അയാൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത്.
അതൊരു പ്രത്യേക കേസാണ്. ആ കേസല്ല എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവുക. അതെ, അങ്ങ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും അങ്ങയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുകിൽ മകളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അങ്ങയുടെ മകളുടെ ഭർത്താവ് മരുമകൻ ശ്രീ പി എ മുഹമ്മദ് റിയാസ് ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്ന് തൻ്റെതായ ഒരു സ്ഥാനം നേടിയതിനു ശേഷമാണ് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അയോഗ്യതയായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെതായ മെറിറ്റ് ഉള്ള ആളാണ്. പക്ഷേ ആ മെറിറ്റിനെ അങ്ങ് ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഈ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൻ്റെ ഉദ്ദേശം എന്നെ ഏതെങ്കിലും തരത്തിൽ എഴുത്തി കാണിക്കാൻ പറ്റുമോ നോക്കലാണ്. അതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പിന്നെ റിയാസും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അയാളെയും സ്വാഭാവികമായിട്ട് ലക്ഷ്യമിടും. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതേ ഉള്ളൂ. അതതിൻ്റെ വഴിക്ക് നടക്കും. നമ്മളത് ആലോചിച്ചിട്ട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. അമ്പലപ്പുഴ വഴി അങ്ങൊന്ന് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നം തീർന്നേനെ. അമ്പലപ്പുഴയിൽ ഞാൻ പോയാൽ തീരുന്ന പ്രശ്നമായിരുന്നില്ല. നേരത്തെ തന്നെ ആലോചനയിൽ ഏർപ്പെട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ചർച്ചയിലായിരുന്നു എന്നാ വേണം സംശയിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. പെട്ടെന്ന് വയ്യാതെ കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു, കാല് വയ്യാതെ കിടന്നപ്പോഴൊക്കെ അങ്ങ് അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടതാണല്ലോ. അന്നൊന്നും ഒന്നും പറഞ്ഞില്ല. അല്ല, അന്നൊന്നല്ല. ഒരു ഘട്ടത്തിലും സുധാകരനെ പറ്റി അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു തരത്തിൽ കാര്യങ്ങൾ നീക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിൽ ഞങ്ങൾക്കൊരാശങ്കയില്ല. അങ്ങേക്ക് വിഷമം തോന്നിയോ? അല്ല, വിഷമം നമ്മളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ടയാളാകുന്നത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ, കുറേ നാളുകൾ കൊണ്ടാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. ആ ആളുടെ സംഭാവന മാത്രമല്ല അയാളെ പാർട്ടി നേതാവാക്കുന്നത്. അയാളെ പാർട്ടി നേതാവാക്കാൻ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഏത് മനുഷ്യനും വീഴ്ചകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. ആ വീഴ്ചകളെയും പോരായ്മകളെയും ഒരമ്മയുടെ മനോഭാവത്തോടെയാണ് പാർട്ടി തിരുത്തുക. ആ തിരുത്തൽ പല ഘട്ടത്തിൽ പല കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടാകും. അതിലൂടെയാണ് ഒരാൾ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വന്ന ഒരാൾ പൂർണ്ണമായിട്ട് അമ്മയെ തള്ളിപ്പറയുന്ന അവസ്ഥ എന്ന് വരുമ്പോൾ, പാർട്ടിയെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതൊരു വിഷമകരമായ കാര്യമാണ്. ആ വിഷമം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരാൾ നശിച്ചു പോയാൽ, ഒരു വഞ്ചന കാണിച്ച് വർഗവഞ്ചകനായി മാറിയാൽ, അതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് എന്തെങ്കിലും പോറലേൽക്കുമെന്ന് കരുതുന്നയാളല്ല ഞാൻ. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുന്നത് ഈ കേരളത്തിലെയും രാജ്യത്തിലെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് ഗുണനിലങ്ങളുള്ള ഒരു പാർട്ടിയാണ്. പുന്നപ്രവയലാറിൻ്റെ നാട് എന്ന് മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും ആ സ്മരണയോടെയുള്ള നിലപാടുകളാണ് അവർ സ്വീകരിക്കാറ്. ഒരു വ്യതിയാനത്തിനും ഒരു ഘട്ടത്തിലും ഇരയാകാത്ത ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാശങ്കയില്ല ഈ കാര്യത്തിൽ. ഒരു സംശയമില്ല. ഞാൻ പോകുന്നുണ്ട്, നല്ല നിലയിൽ വിജയിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഒന്ന് അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല നിർദ്ദേശങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് തുടർച്ചയായ അഭിമുഖങ്ങൾ കൊടുക്കുന്നു, യാത്രകൾ ചെയ്യുന്നു, വായിക്കുന്നു. ഒരു ദിവസം എത്ര സമയം ഉറങ്ങാറുണ്ട്? ഈ ഒരു പ്രായത്തിലും, പ്രായമൊന്നും ഒരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നില്ല, പക്ഷേ ഈ ഊർജ്ജസ്വലത നിലനിർത്താൻ എനിക്ക് അങ്ങയിൽ നിന്നൊരു മോട്ടിവേഷൻ എടുക്കാൻ വേണ്ടിയാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിന്. എന്താണ് അങ്ങയുടെ ഒരു ഫിറ്റ്നസ് സീക്രട്ട്? അല്ല, ഞാൻ സാധാരണ ഉറങ്ങാറുണ്ട്. ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു 10-11 മണിക്ക് ഞാൻ ഉറങ്ങും, 5 മണിക്ക് എഴുന്നേൽക്കും സ്ഥിരമായിട്ട്. അതെ, അങ്ങനെയാണ് സാധാരണ പതിവ്. ഇനി അത് ഏതെങ്കിലും ഘട്ടത്തിൽ മാറിപ്പോയാൽ ചില മാറ്റം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. സാധാരണ ഇതാണ് പതിവ്. അതുപോലെ തന്നെ നമുക്ക് ഈ പെട്ടെന്ന് ഞങ്ങൾ ന്യൂസ് റൂമിലായാലും പെട്ടെന്ന് ടെൻഷനൊക്കെ വരും. അപ്പോൾ ഈ ശാന്തത കൈവരിക്കാൻ ഇപ്പോൾ അങ്ങ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് കൂളാകും. എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? എങ്ങനെയാണ്? അങ്ങനെ ഒരു ടെൻഷൻ്റെ നിരക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ക്ഷോഭിക്കുന്നത് ക്ഷോഭമല്ല, ഒരു പ്രശ്നം വരുമ്പോൾ അതിനോടുള്ളൊരു പ്രതികരണമാണ്. ആ പ്രതികരണം ചിലപ്പോൾ ശക്തമായി പറയുന്നുണ്ടോ അവിടെ ശക്തമായിട്ട് പറയും, കടുപ്പിച്ച് പറയുന്നുണ്ടോ കടുപ്പിച്ച് പറയും. അത് മാത്രമേ ഉള്ളൂ. മറ്റ് അതൊരു ക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടല്ല. എനിക്കും പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ചോദിക്കും, മുഖ്യമന്ത്രി പറയുന്ന പോലെയാണോ പറയുന്നതെന്നൊക്കെ അടുപ്പമുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ചോദിച്ചത്. അത് ഞാൻ ബോധപൂർവ്വം ഒന്നും ചെയ്യാറില്ല. സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതാ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ആ ദേഷ്യം അങ്ങ് തീരും. അങ്ങനെയുള്ളൊരു ദേഷ്യമില്ല. ഒരു പ്രശ്നത്തോടാണ് പ്രതികരണം. ആ പ്രശ്നത്തോട് പ്രതികരിക്കുമ്പോൾ ശക്തമായി പ്രതികരിക്കണമെങ്കിൽ ശക്തമായി പ്രതികരിക്കും. അതാണ് എൻ്റെ രീതി.
അതോടൊപ്പം തന്നെ മറ്റ് ഈ സുഹൃത്തുക്കളോടൊക്കെ മനസ്സ് തുറക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ. അങ്ങനെ അങ്ങേക്ക് ടെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞു, എങ്കിലും അങ്ങ് മനസ്സ് തുറക്കുന്ന ഒരാളുണ്ടാകുമോ? ഇപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബമോ അല്ലാതെ അങ്ങനെ ഒരു ആത്മസുഹൃത്തുണ്ടോ? വെളിപ്പെടുത്താമെങ്കിൽ. അങ്ങനെ ഒരാളുടെങ്കിലും വെളിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തുണ്ട്. അല്ല, അതുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് വെളിപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ശരിയായി വിലയിരുത്തുന്നവർക്ക് അങ്ങൊരു ക്യാപ്റ്റനാണ്. ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ ശത്രുക്കൾക്ക് കടുകട്ടി മുഖത്തോട് കൂടിയിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള രണ്ട് മുഖങ്ങൾ, ഒരു ദ്വിമുഖ വ്യക്തിത്വമായിട്ടാണ് അങ്ങ് ഈ മൂന്നാം ഊഴത്തിന്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ ഈ വലിയ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഈ പരീക്ഷയിൽ അങ്ങ് പ്രതീക്ഷിക്കുന്ന പാസ് മാർക്കാണോ, ഡിസ്റ്റിങ്ഷൻ ആണോ, റാങ്ക് ആണോ? ഞാൻ ഉദ്ദേശിച്ച ഭൂരിപക്ഷം സീറ്റുകളാണ്. അല്ല, സീറ്റുകൾ നല്ല നിലക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും, ഒരു പ്രശ്നമില്ല. പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും കൂടുതൽ സീറ്റ് ഉണ്ടാവും. അപ്പൊ 100 കടക്കണം. അതെ, 100 കടക്കും. ഓ, ഉറപ്പാണ്, ഒരു സംശയമില്ല. അപ്പോൾ മറ്റാർക്കും സാധിക്കാത്ത ഒരു ചരിത്രം അത് അങ്ങ് ഇക്കുറി കൈവരിക്കും എന്നുള്ള തീർച്ചയായും LDF-ന് അതിന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ നിലയിലേക്കാണ് LDF നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും എന്നോട് നമ്മളുടെ സാനിയോ മനോമി എന്ന റിപ്പോർട്ടർ ചോദിച്ചു, ചേച്ചി എന്താ ചുവപ്പിട്ടതെന്ന്. ഞാൻ ചുവപ്പിട്ടത് ഒരു സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ടാണ്. അങ്ങേക്ക് ചുവപ്പ് സ്നേഹത്തിന്റെ നിറമാണോ, വിപ്ലവത്തിന്റെ നിറമാണോ? എനിക്കതൊരു വിപ്ലവത്തിന്റെ നിറമാണ്. വിപ്ലവത്തിന്റെ നിറമാണ്. അപ്പോൾ വിപ്ലവം ജയിക്കട്ടെ. ആയിക്കോട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമുക്കൊപ്പം അതിഥിയായി ചേർന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്, അനുവദിച്ചതിലും അധിക സമയം അദ്ദേഹം ബിഗ് ടിവിയോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക നന്ദി കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.